വെൽക്കം ടു ബെറ്റർ ലൈഫ് ഫിറ്റ്നസ് ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഔട്ട്ഡോർ വർക്കൗട്ട്സ് ആണോ നല്ലത് അതോ ഇൻഡോർ വർക്കൗട്ട്സ് ആണോ നല്ലത് എന്നുള്ളത്. എന്താണ് ഔട്ട്ഡോർ വർക്കൗട്ട്സ്? ഔട്ട്ഡോർ വർക്കൗട്ട്സിൽ നമ്മൾ പുറമേ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഔട്ട്ഡോർ പാർക്സിൽ, അതുപോലെ ഔട്ട്ഡോർ എക്യുപ്മെന്റ്സ്, ജിം എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതും, അതുപോലെ കൂടുതലായിട്ട് വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, ഇതൊക്കെ നമുക്കൊരു ഔട്ട്ഡോർ സൈക്ലിംഗ്, അതുപോലെ ഗെയിംസ്, പലതരം ഗെയിംസ്, അതൊക്കെ നമുക്കൊരു ഔട്ട്ഡോർ എക്സസൈസ് ആയിട്ട് ഉൾപ്പെടുത്തി ചെയ്യാറുണ്ട്. അതുപോലെ ഇൻഡോർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ ഗെയിംസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ജിം, ഫിറ്റ്നസ് സെന്റേഴ്സ്, വെയിറ്റ് ട്രെയിനിങ്സ്, ഇങ്ങനെയുള്ള ഇൻഡോർ കാർഡിയോ സെഷൻസ്, എറോബിക്സ്, സൂംബ, അങ്ങനെയുള്ള കാർഡിയോസ് എല്ലാം ഇൻഡോർ, അതായത് നമ്മൾ ഒരു ബിൽഡിങ്ങിനുള്ളിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻഡോർ വർക്കൗട്ട്സ് എന്ന് പറയും. അപ്പോൾ ഔട്ട്ഡോർ വർക്കൗട്ട്സിൽ നമുക്ക് പല ഗുണങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വാക്കിംഗ് ആണ് ഔട്ട്ഡോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെ നടക്കുന്ന നമ്മുടെ മൈൻഡിന് കിട്ടുന്ന ഒരു റിലീഫ്, അതുപോലെ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള പല ഗുണങ്ങളും നമുക്ക് ഔട്ട്ഡോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഔട്ട്ഡോറിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞത്, നമുക്കൊരു സീസൺ ചേഞ്ച് ആകുമ്പോൾ, നമ്മൾ റെയിനി സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഔട്ട്ഡോറിൽ ചെയ്യാമെന്ന് വിചാരിച്ചാലും പിന്നെ നമുക്ക് അതിനൊരു പോസിറ്റീവ് വൈബ് ഈ ഔട്ട്ഡോറിൽ വരാറില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫിറ്റ്നസ് സെൻറ്ററിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ പുറമെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫിറ്റ്നസ് സെൻറ്ററിൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രോസ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രോസ് ട്രെയിനർ ഒരു സ്വിമ്മിങ് എഫക്റ്റാണ്. നിങ്ങൾ നീന്തുന്നതിന് തുല്യമായിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ സ്പിൻ ബൈക്ക്, നമ്മൾ സൈക്കിൾ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അത് മൂവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സൈക്ലിങ്ങിൽ നിങ്ങൾക്ക് ടെൻഷൻ കൂട്ടുമ്പോൾ നിങ്ങൾ കയറ്റം കയറുന്ന പോലെ ഫീൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു സ്റ്റാറ്റിക് ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു കയറ്റം കയറുന്ന പോലെ ടൈറ്റ് ചെയ്ത് ടെൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചവിട്ടാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വിമ്മിങ്, നേരത്തെ പറഞ്ഞ ക്രോസ് ട്രെയിനറിന്റെ ടെൻഷൻ കൂട്ടുമ്പോൾ നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്തുന്നതിന് തുല്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമുക്ക് ഈ ട്രെഡ്മിൽ, അത് അത്ര പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ട്രെഡ്മിൽ എന്ന് പറയുന്നതും ഒരു ആർട്ടിഫിഷ്യൽ മൂവ്മെന്റ്സ് ആണ്. അത് കാർഡിയോ ടൈപ്പ്, അതായത് ജോഗിങ്, റണ്ണിങ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന്റെ ഒരു ആർട്ടിഫിഷ്യൽ മൂവ്മെന്റ് ആണ് ഏത്, നമ്മുടെ ഈ ട്രെഡ്മിൽ എന്ന് പറഞ്ഞത്. അതുപോലെ നമുക്ക് റിക്യൂപ്മെന്റ് ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെഡലിംഗ് എഫക്റ്റ് ആയിരിക്കും, നമുക്കൊരു പെഡലിംഗ് എഫക്റ്റ്. അതുപോലെ റോയിങ് മെഷീൻസ്, നമുക്ക് റോയിങ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള റോയിങ് മെഷീൻസ്, ഇതൊക്കെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ നാച്ചുറൽ മൂവ്മെന്റ്സിനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിലുള്ള സംശയം, നാച്ചുറൽ ആണോ നല്ലത് ആർട്ടിഫിഷ്യൽ ആണോ നല്ലത് എന്നുള്ളതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ നാച്ചുറലി തന്നെയാണ് നമുക്ക് നല്ലതെന്ന് പറയുന്നത്. കാരണം നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ നാച്ചുറലായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ നടക്കേണ്ടത്. എന്നാൽ നിങ്ങൾ ആർട്ടിഫിഷ്യലി ട്രെഡ്മില്ലിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റണ്ണിങ് സർഫേസിലാണ് നടക്കുക. അപ്പോൾ ഒരു ബിഗിനർക്കൊക്കെ ട്രെഡ്മില്ലിൽ നടക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയില്ല, അവർ മര്യാദക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ കാണാറുണ്ട്. അത് 2 ദിവസം നടന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ അതിനെ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു റണ്ണിങ് സർഫേസിൽ നമുക്ക് നാച്ചുറലി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതിനെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യലി നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നീ സ്ട്രെങ്തനിങ് കൂടി വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് നീ സ്ട്രെങ്ത് ചെയ്തില്ലെങ്കിൽ ട്രെഡ്മില്ലൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നീ പെയിൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റിയിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. മസിൽ സ്ട്രെങ്ത് ആ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്കും ആവശ്യമാണ്. നിങ്ങൾ നടക്കുന്നതോ അല്ലെങ്കിൽ സ്വിം ചെയ്യുന്നതോ സൈക്ലിങ്ങോ ഏത് ആക്ടിവിറ്റീസ് ആയാലും അത് കൂടുതൽ കാർഡിയോയെ പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ കാർഡിയോ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ മസിൽ സ്ട്രെങ്ത്തിന് നിങ്ങൾക്ക് ഫിറ്റ്നസ് സെന്ററിൽ പോയേ മതിയാവും. അതുപോലെ നല്ലപോലെ മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. ഈ ഫിറ്റ്നസ് സെന്റർ ഇല്ലെങ്കിൽ ബോഡി വെയിറ്റ് വർക്കൗട്ട് വെച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മസിൽസിനെ സ്ട്രെങ്ത് ആക്കേണ്ടതാണ്. അപ്പോൾ ഔട്ട്ഡോറോ ഇൻഡോറോ ഏത് ആക്ടിവിറ്റീസ് ആയാലും നിങ്ങളുടെ ഫിറ്റ്നസ് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഔട്ട്ഡോറിനും ഇൻഡോറിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇൻഡോറിനാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു തുടർന്ന് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡോറിൽ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാർഡിയോ ചെയ്യാം,
അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ട്രെച്ചിങ്സ്, ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ ഫിറ്റ്നസിൻ്റെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡോർ ചെയ്യുന്നത് സഹായിക്കും. 1-2 ദിവസം ആഴ്ചയിൽ നിങ്ങളൊരു ഔട്ട്ഡോർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. രാവിലെ നിങ്ങൾ ഔട്ട്ഡോറിൽ ഒരു വാക്കിങ്ങോ റണ്ണിങ്ങോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവനിങ് നിങ്ങൾ ഇൻഡോറിൽ വെയിറ്റ് ട്രെയിനിങ്ങും കാർഡിയോയും ഫ്ലെക്സിബിലിറ്റിക്കും എല്ലാം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യാൻ വളരെ സഹായിക്കും. അപ്പോൾ ഔട്ട്ഡോറോ ഇൻഡോറോ രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഫിറ്റ്നസ്സിൽ നിലനിൽക്കാൻ നോക്കുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.